എല്ലാവർക്കും സൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വറുത്തരച്ച സാമ്പാർ. ഈ സാമ്പാർ നമുക്ക് എപ്പോഴും ഭയങ്കര നൊസ്റ്റാൾജിയ തരുന്നൊരു സാമ്പാറാണ് അല്ലേ. നമ്മുടെ നാട്ടിൽ സദ്യയ്ക്കൊക്കെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക മണമാണ് സാമ്പാറിൻ്റെ. അതുപോലൊരു സാമ്പാർ നമുക്കും ഉണ്ടാക്കി നോക്കിയാലോ. നമ്മുടെ സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായി ഇവിടെ ഒരു കുക്കർ ഞാൻ ആദ്യം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് പരിപ്പ് എന്ന് പറഞ്ഞാൽ തൂവരപ്പരിപ്പ്, അത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ കുക്കറിലേക്ക് ഇടുകയാണ്. 1 കപ്പ് തൂവരപ്പരിപ്പ് ഈ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പാവയ്ക്കയുടെ പകുതി കഷ്ണം, ഒരു ചെറിയ പാവയ്ക്കാണ് കേട്ടോ, ഇതിൻ്റെ ഒരു പകുതി ഇതാ കുക്കറിലേക്ക് ഇടുന്നു. പിന്നെ ഒരു ചെറിയ ക്യാരറ്റിൻ്റെ പകുതി, ഒരു പൊട്ടറ്റോ, ഒരു കുഞ്ഞി പൊട്ടറ്റോ ആണിത്. അതുപോലെ ഒരു ചെറിയ മത്തങ്ങ, ഒരു ചെറിയ 2 മുരിങ്ങക്കായ, ഇതെല്ലാമാണ് ഇതിലേക്ക് ഇടുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ടു. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്, അതിനുശേഷം ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഇത് കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യാം. അപ്പം നമ്മുടെ സാമ്പാറിന് വറുത്തരയ്ക്കാൻ വേണ്ടി ഉള്ള മസാല ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് ഒരു 10 ഗ്രാമോളം വരുന്ന കായം, പച്ചക്കായാണ്. നിങ്ങളതിൽ പൊടിയാണെങ്കിൽ ലാസ്റ്റ് ഇട്ടാൽ മതി, ഇപ്പം ഇടണ്ട. ഇതൊന്ന് മൂപ്പിക്കണം. ഈ കായം ഈ എണ്ണയിൽ കിടന്ന് ഇപ്പം മൂത്ത് തുടങ്ങി. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കാണ്. ഇതിലേക്ക് നമ്മൾ 1/2 സ്പൂൺ ഉലുവ ഇടുകയാണ്. ഉലുവ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് വേണം നമുക്ക് കടലപ്പരിപ്പ് ഇടാൻ. നമുക്ക് ഉലുവ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കടലപ്പരിപ്പ് ഇടുകയാണ്. ഇത് 3 സ്പൂണാണ് കടലപ്പരിപ്പ്. ഉഴുന്ന് ഒരു 3 സ്പൂൺ. ഈ ഉഴുന്നും കടലപ്പരിപ്പും എല്ലാം മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മല്ലി ചേർക്കാണ്, പച്ചമല്ലി മുഴുവനോടുള്ളത് കേട്ടോ. ഇത് ഒരു 5 ടേബിൾ സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. അതായത് ആ വലിയ സ്പൂണിൽ നമ്മൾ എടുക്കുന്ന 5 ടേബിൾ സ്പൂൺ, ഈ സ്പൂണിൽ 5 സ്പൂൺ കേട്ടോ. ഇതിലേക്ക് ഒരു 7 ഉണക്കമുളക് ചേർക്കുന്നുണ്ട്. അതും ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിൽ നമ്മൾ മല്ലിയും എല്ലാം ഇട്ടതെല്ലാതും നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഒരു ചുമന്ന കളറ് വന്നിട്ടുണ്ട് ഇതിനെല്ലാം. ആ സമയത്ത് നമ്മൾ വേപ്പിലിട്ട് കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ തീ ഓഫ് ചെയ്യാണ്. ഈ സമയത്ത് നമുക്ക് മല്ലിയുടെ നല്ല മൂത്ത മണം വരും. ആ സമയത്ത് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. ഇനി നമുക്ക് ഇത് ഇവിടെ നിന്ന് മാറ്റി വെച്ച് തണുത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല തരിതരിപ്പില്ലാതെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇത് വാളംപുളിയാണ് എടുത്തിട്ടുള്ളത് പിഴിയാനായിട്ട്. ഈ അളവിലാണ്, അതായത് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ളത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി ഈ പുളിവെള്ളം നമ്മൾ കറക്റ്റ് അരിച്ചെടുക്കണം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഞാൻ മറ്റൊരു പാത്രം അടുപ്പിൽ വെച്ച്, ഇതിലാണ് ഇനി നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ പിഴിഞ്ഞ പുളി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഓഫ് ചെയ്തില്ലേ. അതിനുശേഷം ഈ പുളിവെള്ളത്തിലേക്ക് വീണ്ടും നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നു. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വേവിച്ച് വെച്ച പരിപ്പും കഷ്ണങ്ങളും ഒന്ന് നോക്കാം. ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ പുളിവെള്ളത്തിലേക്ക് ഒഴിക്കുകയാണ്. വേവിച്ച കഷ്ണങ്ങളും എല്ലാം ഈ പുളിവെള്ളത്തിൽ ഒന്ന് കിടന്ന് ഒരു 5 മിനിറ്റ് നേരം
തിളയ്ക്കണം, എന്നാലും അതിലേക്ക് നന്നായിട്ട് പുളി പിടിക്കുകയുള്ളൂ. ഇതിവിടെ കിടന്ന് തിളക്കട്ടെ. ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പൊടികളുണ്ട്, മസാലകളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം അരച്ചെടുക്കാം. നമ്മളിപ്പം ഇട്ട പരിപ്പും കഷ്ണങ്ങളും അതുപോലെ തന്നെ ആ പുളിവെള്ളം കൂടി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു 5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ആ പൊടികളെല്ലാം ഉണ്ടല്ലോ അതെല്ലാം കൂടിയിട്ട് നമ്മൾ അരപ്പ് കുറച്ച് നല്ല വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കാം. മസാല ചേർത്ത് ഇതിന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ പച്ചയ്ക്ക് തന്നെ വറക്കാത്ത ഒരു 5 വെണ്ടക്കായ രണ്ടാക്കിയത്, അതുപോലെ തന്നെ ഒരു തക്കാളി. ഈ തക്കാളി ഞാനിങ്ങനെ ചെത്തിയിട്ടേക്കുക, അല്ലാണ്ട് നമ്മൾ അരിഞ്ഞെടുത്തതല്ല, വളരെ തിന്നായിട്ട് ചെത്തിയിട്ടേക്കാണ്. അത് ഇതിലേക്ക് ഇടുക. ഇത് ഈ തീയിൽ തന്നെ കിടന്നിട്ട് അത് നന്നായിട്ട് വെന്തോളൂ. അത് സമയത്ത് നമ്മൾ സാമ്പാറിൽ ഉപ്പൊക്കെ നോക്കണം. ഞാനിപ്പോൾ ഉപ്പൊന്ന് നോക്കിയിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. നമ്മളെ സാമ്പാർ ഇപ്പോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഉപ്പും പുളിയും ഒക്കെ നിൽക്കുമ്പോൾ അതിനൊന്ന് കോമ്പൻസേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി മധുരം ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ചേർക്കുന്നത് ശർക്കര ഉരുക്കിയതാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം, അത് ഓരോരുത്തരും ഇഷ്ടം. ഇനിയിപ്പോൾ അത് വേണ്ടാന്നുള്ളവരത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു ചെറിയ സ്പൂൺ ശർക്കര ഉരുക്കിയത് ഇതിൽ ചേർക്കുന്നുണ്ട്. ശർക്കര ഉരുക്കിയത് ചേർക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് പഞ്ചസാരയേക്കാൾ. ഇപ്പോൾ പഞ്ചസാര ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ സാമ്പാറൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി സാമ്പാർ ഓഫ് ചെയ്ത് നമുക്കിതിലേക്ക് കടുക് വറക്കാം. നമുക്ക് താളിക്കാനായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് വറ്റൽമുളക്, കറുത്ത് കളറിലായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നു. ഈ കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുന്നു. ഉലുവ ഒന്ന് ജസ്റ്റ് കളറ് മാറി വരുമ്പോൾ വേപ്പിലിടുന്നു. വേപ്പില കുറച്ച് അധികം ഇട്ടാൽ മതി. ഇങ്ങനെ കൂടുതലായിട്ട് വേപ്പിലിടുമ്പോൾ നല്ലൊരു മണം സാമ്പാറിലേക്ക് കിട്ടും. ഇത് നമ്മൾ താളിച്ചൊഴിക്കുകയാണ്. സാമ്പാറിൽ നിങ്ങൾ കണ്ടതാണല്ലോ, വറുത്തരയ്ക്കുമ്പോൾ കുറച്ച് മല്ലി നമ്മൾ കൂടുതലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഒരു നല്ല മല്ലിയുടെ മണം ഇതിൽ സാമ്പാറിന് ഉണ്ടാവും. അതല്ല മല്ലിയുടെ അങ്ങനെ നിങ്ങൾക്ക് സ്മെല്ല് കൂടുതൽ കുറച്ചും കൂടെ ഇഷ്ടമാണെങ്കിൽ മല്ലിയില ഇടാം. ഞാനിപ്പോൾ ഇതിൽ മല്ലിയില ഇടുന്നില്ല. ഇത് കഴിഞ്ഞ് നമുക്ക് ഈ സാമ്പാർ ഒന്ന് അടച്ച് വയ്ക്കാം. കാരണം നമ്മളിട്ട തക്കാളിയും അതുപോലെ വെണ്ടക്കായും ഒന്ന് അതിൽ കിടന്ന് തനിയെ വെവും. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് അടച്ച് വയ്ക്കുന്നത്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഈ ക്യാപ്പ് ഒന്ന് ഊരിയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇപ്പം നമ്മളെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റാണ് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, അഭിപ്രായങ്ങൾ പറയൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ.